ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫെനലോസസ്, ഡെൻഡ്രോബിയം, അതുപോലെ തന്നെ മൊക്കാറ, ഒൺസീഡിയം, ഇതുപോലെ ഒരുപാട് ഓർക്കിഡുകളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടില്ലായിരുന്നോ? അപ്പോൾ മറ്റൊരു ഇനമാണ് ഓർക്കിഡുകളിലെ മറ്റൊരു ഇനമാണ് വാൻഡ ഓർക്കിഡ്. നമ്മൾ ബാസ്ക്കറ്റ് വാൻഡ എന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ ഉള്ളൊരു ബാസ്ക്കറ്റ് വാൻഡയെ ഒന്ന് പരിചയപ്പെടുത്തുകയും പിന്നെ അതിൻ്റെ കുറച്ച് പരിചരണങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള വാൻഡ ഓർക്കിഡ്. കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത. ഏരിയൽ റൂട്ട്സാണ് ഇതിന്. കണ്ടോ, ഇങ്ങനെ അന്തരീക്ഷത്തിലോട്ട് കിടക്കുന്ന റൂട്ടുകളാണ്. പിന്നെ ചെറിയൊരു ബാസ്ക്കറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പോട്ടിംഗ് മിക്സ് വേണ്ട എന്നുള്ളതാണ് പ്രത്യേകത, മെയിൻ പ്രത്യേകത. പോട്ടിംഗ് മിക്സും വേണ്ട, ഒരു പോട്ടിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഹാങ് ചെയ്ത് നമ്മൾ ഇടുകയാണ് വാൻഡ ഓർക്കിഡ്സ് പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ വാൻഡയും മൊക്കാറയും തമ്മിൽ തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ ഈ പോട്ടിങ്ങിൻ്റെയാണ് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മൊക്കാറ പോട്ട് ചെയ്ത് വെക്കും. വാൻഡ എന്ന് പറയുന്നത് പോട്ടിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ലീഫുകൾ കണ്ടോ. പിന്നെ ഇതിനൊരു സിംഗിൾ സ്റ്റെമ്മാണ്. നമ്മുടെ ഡെൻഡ്രോബിയം എന്ന് പറയുമ്പോൾ അതിന് സ്റ്റെമ്മുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് നമ്മുടെ ഈ വാൻഡ ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ. ഇത് കുറച്ച് നാളായി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഓർക്കിഡാണ്. കുറച്ച് നാളായിട്ടുള്ള എൻ്റെ കയ്യിൽ വന്നിട്ട് സ്പൈക്ക് പൂക്കളുണ്ട്. അപ്പോൾ അടുത്തത് ഈ ഇലകളുടെ ലീഫിൻ്റെ ഇടയിൽ നിന്നാണ് ഇതിൻ്റെ അടുത്ത സ്പൈക്ക് പൂക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്പൈക്കിൽ നിന്നാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് 1.5-2 മാസം വരെ നമ്മുടെ ഈ പൂക്കൾക്ക് ആയുസ്സുണ്ടെന്നുള്ളതാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ആയുസ്സിന് വ്യത്യാസം വരും. എന്നാലും കുറഞ്ഞത് 1.5-2 മാസം വരെ നമ്മുടെ ഈ പൂക്കൾ നമ്മുടെ പ്ലാന്റ്സിനുണ്ടാവും. പിന്നെയെന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സും കോമ്പിനേഷൻ കളേഴ്സും ഒരുപാടുണ്ട് നമ്മുടെ ഈ വാൻഡ ഓർക്കിഡ്സിനകത്ത്. അതുപോലെ തന്നെ വർഷത്തിൽ 3 തവണ കുറഞ്ഞത് 3 തവണയെങ്കിലും നമ്മുടെ ഈ വാൻഡ ഓർക്കിഡ്സ് പൂക്കും. അതിന് പ്രത്യേകിച്ച് സീസൺ ടൈമൊന്നുമില്ല നമ്മുടെ ഈ വാൻഡ പൂക്കാനായിട്ട്. ഏത് സമയത്തും പൂക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വാൻഡ ഓർക്കിഡ്സിൻ്റെ കെയറിങ്ങിനെ പറ്റി നോക്കാം. അപ്പം 3 വെറൈറ്റീസാണ് നമ്മുടെ വാൻഡ ഓർക്കിഡ്സിനകത്തുള്ളത്. അപ്പോൾ ഒന്നെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഹൈബ്രിഡ് ഇനമാണ്. അതിനെന്ന് പറയുമ്പോൾ നമുക്ക് ലീവ്സ്, ഇതിൻ്റെ 3ൻ്റെയും ലീവ്സുകൾ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് ഏത് ഓർക്കിഡാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ലീഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്ലാറ്റ് ലീഫല്ല, ഇതുപോലെ വിരിയാത്ത രീതിയിലുള്ള ലീഫാണ്. അതാണ് ഒന്ന്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് ചെറിയൊരു സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്, വളരെ ചെറിയതായിട്ട്. അപ്പം ഇത് ഒരെണ്ണം. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ പെൻസിൽ വാൻഡ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ ഇലകൾ, ലീഫെന്ന് പറയുന്നത് പെൻസിൽ പോലെ ഇരിക്കും, റൗണ്ടായിരിക്കും. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ വെക്കാൻ പറ്റിയ ഒരു ഓർക്കിഡാണ് പെൻസിൽ വാൻഡ എന്ന് പറയുന്നത്. നമ്മുടെ പുറത്ത് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ പിടിച്ചു വരുന്ന ഒരു ഓർക്കിഡാണ് പെൻസിൽ വാൻഡ. പിന്നെ ഒരെണ്ണമെന്ന് പറയുന്നത് ഫ്ലാറ്റ് ലീഫായിട്ടുള്ള, അപ്പോൾ ഈ ഇലകൾ പോലെ തന്നെ പക്ഷേ കുറച്ചുകൂടെ പരന്ന ഇലയായിരിക്കും. അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ അല്പം മാത്രം സൂര്യപ്രകാശം വേണം, ഒരുപാടാവരുത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 തരം വാൻഡാസാണ് പൊതുവേ ഉള്ളത്. നമ്മുടെ വാൻഡ ഓർക്കിഡ്സ് നല്ല രീതിയിൽ വളരാൻ ഏറ്റവും അവർക്ക് നല്ലതെന്ന് പറയുമ്പോൾ ചൂട് കൂടിയ അന്തരീക്ഷമാണ്. അപ്പോൾ ചൂട് കൂടിയ അന്തരീക്ഷത്തിലാണ് നമ്മുടെ വാൻഡ ഓർക്കിഡ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ചൂട് കൂടിയ അന്തരീക്ഷത്തിൽ നമ്മൾ വാൻഡ ഓർക്കിഡ്സ് വെക്കുമ്പോൾ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി ആദ്യം ശ്രദ്ധിക്കണം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ വായു സഞ്ചാരം ഉള്ളിടത്തായിരിക്കണം നമ്മളിത് ഹാങ് ചെയ്തിടുക. നമ്മൾ പൊതുവേ ഹാങ് ചെയ്താണല്ലോ ഇടുന്നത്. അപ്പോൾ ഹാങ് ചെയ്തിടുമ്പോൾ വായു സഞ്ചാരമുള്ള ഒരു ഭാഗത്ത് ഇത് ഹാങ് ചെയ്തിടാൻ ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറയുന്നത് അതിനകത്ത് എപ്പോഴും ഈർപ്പം നിലനിർത്തുക എന്ന് വെച്ചാൽ നനയ്ക്കണം, ഡെയിലി നനവേണം. അപ്പോൾ ഇത് 3 ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ചൂട് കൂടിയ അന്തരീക്ഷത്തിൽ നമ്മുടെ വാൻഡ ഓർക്കിഡ്സ്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിന് നൽകുന്ന വെള്ളത്തിൻ്റെ അളവെന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ വാൻഡ ഓർക്കിഡ്സ് പൊതുവേ ഒരു പോട്ടിംഗ് മിക്സും പോട്ടിയം മീഡിയം ഒന്നും ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റിയ ഓർക്കിഡാണല്ലേ. അപ്പോൾ അതിനെന്ന് പറയുമ്പോൾ ഡെയിലി നന ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റുകൾ വരും, അല്ലെങ്കിൽ തടിയുടെ ബാസ്ക്കറ്റിൽ വരും. അപ്പോൾ തടിയുടെ ബാസ്ക്കറ്റിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതുപോലെ പ്ലാസ്റ്റിക് ബാസ്ക്കറ്റൊക്കെ ആണെങ്കിൽ ഡെയിലി നനയുടെ ആവശ്യമുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പോട്ടിംഗ് മീഡിയം ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം ഇതിനകത്ത് തങ്ങി നിൽക്കും, ബാക്കി അങ്ങ് പോവുക ചെയ്യുന്നത്. അല്ലാതെ മീഡിയത്തിൽ നിന്ന് എടുക്കാനായിട്ട് ഇതിനകത്ത് മീഡിയം ഒന്നുമില്ല. അപ്പോൾ ഡെയിലി നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ നനയ്ക്കണം. അഥവാ നമ്മളിതിനകത്ത് പോട്ടിംഗ് മീഡിയം എല്ലാം ഇട്ട്, ചിലരൊക്കെ ആണെങ്കിൽ പോട്ടിംഗ് മീഡിയം അവർക്കൊരു സംതൃപ്തിക്ക് വേണ്ടി പോട്ടിംഗ് മീഡിയമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ പോട്ടിംഗ് മീഡിയമൊക്കെ ആണെങ്കിൽ ദിവസേന നനച്ചില്ലെങ്കിലും വലിയ
പ്രശ്നമൊന്നും വരില്ല. പിന്നെയെന്ന് പറയുമ്പോൾ നനയ്ക്കുകയാണെങ്കിൽ അത് രാവിലെ തന്നെ ഉറപ്പായിട്ട് നനയ്ക്കണം. അപ്പോൾ പൊതുവേ ഒരുപാട് രോഗങ്ങളൊന്നും പിടിപെടുന്ന ഒരു പ്ലാന്റ് അല്ല നമ്മുടെ വാൻഡ എന്ന് പറയുന്നത്. പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമിഡിറ്റി ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികമായിട്ടുള്ള ഓവറായിട്ടുള്ള ഹ്യൂമിഡിറ്റി നമ്മളെ പ്ലാന്റ്സിന് നൽകുകയാണെങ്കിൽ ചീയൽ, അഴുകൽ എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വാൻഡ വളർന്നു വരും. അപ്പോൾ വളമെന്ന് പറയുമ്പോൾ വളർച്ചയുടെ ഘട്ടത്തിൽ കറക്റ്റായിട്ടുള്ള ഫെർട്ടിലൈസറിൻ്റെ ആവശ്യം നമ്മുടെ വാൻഡ ഓർക്കിഡ്സിനുണ്ട്. അത് ഏത് ഓർക്കിഡും ഏത് പ്ലാന്റിനും കറക്റ്റ് ആ വളർച്ചാ സമയത്ത് നമ്മൾ വളം നൽകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വളർച്ചാ സമയത്ത് നമ്മുടെ വാൻഡയ്ക്ക് നൽകേണ്ടത് 20:20:20 എന്ന NPKയുടെ ഫെർട്ടിലൈസറാണ്. അതാണ് ഗ്രോത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ വാൻഡ ഓർക്കിഡ്സിന്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വാൻഡ ഓർക്കിഡിന് ഏത് വളം നമ്മൾ കൊടുക്കുമ്പോഴായാലും നനച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ വളം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ അതിനകത്ത് ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോട്ടിംഗ് മീഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ വളങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നന അത്യാവശ്യമാണ്, ഈർപ്പം ആവശ്യമാണ്. നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാസത്തിലൊരു തവണ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ നല്ല രീതിയിൽ വാട്ടറിങ് നൽകണം. അങ്ങനെ നൽകുകയാണെങ്കിൽ നമ്മളിപ്പം കൊടുക്കുന്ന വളത്തിനകത്ത് ചില കൂടുതലൊക്കെ കാണും, ചിലത് കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ നൽകുന്ന വാട്ടറിങ് ആ വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ട് അതങ്ങ് പോവുകയും പ്ലാന്റ്സിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനും പറ്റും. അടുത്തതായിട്ട് നമ്മുടെ പോട്ടിങ് അല്ലെങ്കിൽ റീപോട്ടിങ്. അപ്പോൾ നമ്മുടെ മറ്റ് ഓർക്കിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡെൻട്രോബിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീപോർട്ട് ചെയ്യുന്ന എത്ര നാൾ കഴിഞ്ഞിട്ട് നമ്മൾ റീപോർട്ട് ചെയ്യണം, അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വാൻഡ എന്ന് പറയുന്നത് റീപോർട്ടിങ്ങിൻ്റെ വലിയ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് നമ്മുടെ വാൻഡ ഓർക്കിഡ്. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ചെറിയൊരു ബാസ്ക്കറ്റാണ്, അതിനകത്ത് പോട്ടിങ് മിസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആവശ്യം പ്രത്യേകിച്ച് ഇല്ല. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ബോക്സിനകത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ തടിയുടെ ബോക്സിനകത്ത് അതൊക്കെ ഒരു ഭംഗിയാണ്. കൂടുതലും ആ ഒരു ഡെക്കറേറ്റിംഗ് രീതിയിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാങ് ചെയ്തിടാനുള്ള എളുപ്പത്തിന് ഈ ലീഫിലൊന്നും ഹാങ് ചെയ്യാതെ നമുക്ക് ഈ ബാസ്ക്കറ്റിനകത്ത് ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഈ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അഥവാ ഇങ്ങനെ ബാസ്ക്കറ്റിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തടിയുടെ ബാസ്ക്കറ്റിലാണെങ്കിൽ പൊതുവേ അതിന് റീപോട്ടിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ പോട്ടിങ് മിസ്സൊക്കെ ഇട്ടിട്ടാണ് പോട്ട് ചെയ്യുന്നത്. ചിലരൊക്കെ പോട്ടിങ് മിസ്സ് നമ്മുടെ മറ്റ് ഓർക്കിഡുകൾ ചെയ്യുന്ന പോലെ തന്നെ പോട്ടിങ് മിക്സ് യൂസ് ചെയ്തിട്ട് ഇത് പോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു 2-3 വർഷം കൂടുമ്പോൾ റീപോട്ട് ചെയ്യുക. റീപോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് വലിച്ചൂരിയിട്ട് വേരുകളൊന്നും പൊട്ടിച്ചെടുക്കരുത്. ഇത് വലിച്ചൂരാൻ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കൂടെ എല്ലാം നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ അടിയിൽ കൂടെ എല്ലാം ഇങ്ങനെ വേരുകൾ ഇങ്ങനെ ഏരിയൽ റൂട്ട്സ് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിത് വലിച്ചൂരാൻ ശ്രമിക്കുമ്പോൾ ആ വേരെല്ലാം പൊട്ടിപ്പോകത്തതേ ഉള്ളൂ, നമ്മുടെ ഓർക്കിഡ് നശിച്ചു പോകും. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാതെ ഇത് ഡയറക്റ്റ് കുറച്ചുകൂടെ ഒരു വലിയ ബാസ്ക്കറ്റിലേക്ക് വേണമെങ്കിൽ പോട്ട് ചെയ്താൽ മതി. അല്ലാതെ ഇത് വലിച്ചൂരിയിട്ടുള്ള പോട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്തതായിട്ട് നോക്കേണ്ടത് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷനാണ്. പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ കട്ടിങ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ വാൻഡ ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റെമ്മുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് തൈകളൊന്നുമില്ല. അപ്പം ഒരേ സ്റ്റെമ്മാണ്, നമ്മൾ അതിൽ നിന്ന് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഏരിയൽ റൂട്ട്സ് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. ലീഫിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മുടെ ഈ വേരുകൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഹൈറ്റിലൊക്കെ വന്നിട്ട് 2-3 വേരുകളായി കഴിയുമ്പോൾ നമുക്ക് ഈ മുകൾ ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റി പുതിയൊരു പ്ലാന്റാക്കി നടാവുന്നതാണ്. അപ്പം ഈ കട്ട് ചെയ്ത് വെക്കുന്ന ഭാഗത്ത് വേറെ തൈകൾ മദർ പ്ലാന്റിൽ വന്നോളും. നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ഭാഗം ഇതുപോലൊരു സിംഗിൾ പ്ലാന്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ കട്ടിങ്സിലൂടെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമ്മുടെ വാൻഡ ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഓർക്കിഡാണ്. ഓർക്കിഡ് ഇനങ്ങളിൽ ഏറ്റവും വില കൂടിയ ഒരു ഓർക്കിഡാണ് നമ്മുടെ വാൻഡ ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ. ഡെൻഡ്രോബിയം, ഫെൻലോസിസ്, അതുപോലെ മൊക്കാറ ഇതിനെക്കാട്ടി എല്ലാം വില കൂടിയ ഓർക്കിഡ്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് ഒരു 700 മുതൽ അങ്ങോട്ട് റേഞ്ചുകൾ ധാരാളമായിട്ടുള്ള വെറൈറ്റീസ് ഉള്ള ഒരു ഓർക്കിഡ്സാണ് വാൻഡ എന്ന് പറയുമ്പോൾ. അതിൻ്റെ പൂക്കളുടെ കളറും അതുപോലെ തന്നെ വലിപ്പമൊക്കെ വെച്ചിട്ടും ആ 700 എന്നുള്ളതെന്ന് 1000 അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ വളരെ വില കൂടിയ ഇനങ്ങളാണ്, ഹൈബ്രിഡ് ഇനങ്ങളുമാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് നമ്മുടെ കുറച്ച് കമൻസിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് ധനലക്ഷ്മി കിക്കി ഓർക്കിഡ്സിനെയാണ് അതാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ആതിര, നല്ല അവതരണം, ഞാനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കിളിർക്കട്ടെ. അപ്പോൾ താങ്ക് യു ചേച്ചി, വീഡിയോസൊക്കെ കാണുന്നതിന് വളരെ താങ്ക്സ്. അപ്പോൾ ചേച്ചി ഇത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഉറപ്പായിട്ടും ചേച്ചി ഇത് കിളക്കും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറൊക്കെ അനുസരിച്ചിട്ട് ഇച്ചിരി ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അടുത്ത നമ്മുടെ കമൻ്റ് എന്ന് പറയുമ്പോൾ ബേസിക് തലി നമ്മൾ അടീനിയത്തിൻ്റെ അതിനകത്ത് ഇട്ടിരിക്കുന്ന കമൻറ്റാണ്.
അപ്പോൾ അഡീനിയം സീഡ്ലിംഗ് വളർച്ചയില്ല, എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം പോട്ടിങ്ങിൻ്റെ അഡീനിയത്തിൻ്റെ പോട്ടിങ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അഡീനിയം വളർച്ചയില്ലാതാവാൻ പ്രധാന റീസൺ എന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന ചട്ടി പോരാ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സീഡ്ലിങ്സിന് എനിക്ക് വന്നൊരു പ്രശ്നം അതാണ്. ചെടിച്ചട്ടി ചെറുതായപ്പോൾ അതിന് കറക്റ്റ് വളരാൻ പറ്റിയില്ല, അങ്ങനെ അത് കുരുടി നിൽക്കും. അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കുക, അല്ലെങ്കിൽ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ NPK എന്തെങ്കിലും അടങ്ങിയിട്ടുള്ള നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ അല്ലെങ്കിൽ ചാണകത്തിൻ്റെ തെളിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അടുത്ത കമൻ്റ് എന്ന് പറയുമ്പോൾ ഫാത്തിമ സലാമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന വീഡിയോയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വളം കിക്കീസിന് കൊടുക്കാൻ പറ്റുമോ? കിക്കീസിന് കൊടുക്കാൻ ചേച്ചി, എന്ന് വെച്ചാൽ നമ്മൾ വളരെ ചെറിയ കിക്കീസിന് കൊടുക്കരുത്. കുറച്ച് വളർച്ചയുള്ള കിക്കീസിന് നമുക്ക് നമ്മുടെ ഈ വളം അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത കമൻറ്റ് നമ്മുടെ കിക്കി ഓർക്കിഡ്സിനകത്ത് തന്നെയാണ്. ഷർമി നൗഷദാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് ചേച്ചി, ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ ചാനൽ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ്. കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഓർക്കിഡ് എനിക്ക് ഇഷ്ടമാണ്, ബട്ട് വളർത്താൻ ABCD പോലും അറിയില്ല. തുടക്കക്കാർക്ക് വളർത്താൻ ഏറ്റവും ബെറ്റർ ഓർക്കിഡ്സ് ഏതാണ്? എന്തൊക്കെ ചെയ്യണം പറഞ്ഞു തരുമോ? അപ്പോൾ താങ്ക് യു ഷർമി, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും വീഡിയോസ് എല്ലാം കാണുന്നതിനും താങ്ക് യു. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മറ്റേത് ചെടിയെപ്പോലെയും വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ്സാണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും ഞാൻ തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഓർക്കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓർക്കിഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളും വാൻഡ പ്ലാന്റ് വീട്ടിൽ ഡെൻഡ്രോബിയം ഫെൻലോസിസ് ഒക്കെ വളർത്തുന്ന പോലെ തന്നെ വളർത്താൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നല്ല സക്സസ് ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.